അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനം സമാധാനം ആശംസിക്കുന്ന അളിച്ച കർത്താവേ, നിൻ്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവേ, ഈ സമാധാനം അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ അവർ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവേ. അവർ ചെല്ലുന്ന ഓഫീസുകളിൽ അവരുടെ ഇടപാടുകൾ കഴിയുമ്പോൾ അവർക്ക് സമാധാനം നിറയട്ടെ കർത്താവേ. കർത്താവെ, ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ കർത്താവെ. കർത്താവ്, നിൻ്റെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുൾക്കിരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരചരണങ്ങളെ ആണിപ്പഴുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബം ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ്, ശരീരം, ആത്മാവ്, ബുദ്ധി, ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആർദ്രമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗപീഠകളെ വലയുന്നവർ, മാനസിക പീഡകളെ വലയുന്നവർ, ഉറക്കമില്ലാത്തവർ, ഇന്നലെ രാത്രി പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ, ആ വിഷയങ്ങളെല്ലാം എപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത് അപ്പോൾ മഞ്ഞ് മേഘങ്ങൾ തുരത്തപ്പെടുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്
ഈശോ ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഉദ്യമത്തിന് വേണ്ടി പോകുന്നവരെ, തൊഴിൽ സംരംഭത്തിന് വേണ്ടി പോകുന്നവരെ, പഠന പരീക്ഷ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, വസ്തു, വെള്ളം, വഴി, വെളിച്ചം, വീട് മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, അത് ദൂരയാത്രയ്ക്ക് പോകുന്നവർ, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ഗർഭസ്ഥമായ അവസ്ഥകളിൽ അവരനുഭവിക്കുന്ന വ്യത്യസ്തമായ പീഡകൾ, പ്രയാസങ്ങളിലെല്ലാം അവർക്ക് ഈശോയുടെ വിശുദ്ധമായ രക്തത്താൽ സമ്പൂർണ്ണമായി സംരക്ഷണം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പ്രവേശിക്കുന്നവരെ, പ്രസവത്തിൻ്റെ ഡേറ്റ് കുറിച്ചവരെ, മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് കുറിച്ചവരെ, കല്യാണത്തിൻ്റെ ഡേറ്റ് കുറിച്ചവരെ, അങ്ങനെ വ്യത്യസ്തമായി കാര്യങ്ങൾക്ക് ഡേറ്റ് കുറിക്കപ്പെട്ടിരിക്കുന്നവരെ ആ ഡേറ്റിൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കപ്പെടുവാൻ അരിയറില്ലാതെ റെക്കോർഡ് എഴുതുന്നവരെ, അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ, അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സും അടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും എന്തിനു വേണ്ടി നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വിഷയം, എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹീഡിയസ് ആൻഡ് ടീഡിയസ് ടാസ്ക്. ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. കാര്യം ദൈവം ഒരു അപ്രാപ്യമായ ദീപ്തിപൂരത്തി വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് പോലെ ഒരു പ്രതിഭാസത്തെ അല്ല സ്നേഹിക്കുന്നത്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൂരങ്ങൾ കുറക്കുന്നത്. ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പരിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലളിതമായ റിലേഷൻസ് സാധ്യമാണെന്ന് എൻ്റെ അർത്ഥം. ഇപ്പം ഞാനൊക്കെ ഓർക്കണം എങ്ങനെയാണെന്ന് അറിയാമോ, പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ പോയി കുടുംബത്തിലുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല, എല്ലാവർക്കും വായിക്കാൻ അറിയത്തില്ല നാട്ടിലെ എല്ലാവർക്കും. അപ്പം വായിക്കാൻ അറിയുന്നവരെ 10-15 ഉണ്ട്. അറിയാൻ പാലാത്ത വീടുകളിൽ പോയിട്ട് വണക്കം വായിച്ചു കൊടുക്കും. കൊന്തയിലുണ്ട് ഇവിടെ കൂടും, അവിടെ പോയിരുന്ന് പാട്ട് പാടും. അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലുള്ള ഈ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു സ്നേഹമായിട്ട് അമ്മ എടുത്തു കാണും. അങ്ങനെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വരെ എത്തുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല ശരിക്കും. പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ തൈത്തെങ്ങന്ന് ഓലയുടെ ഈ ഓലയില്ലേ, ഓലപ്പിലി അറ്റത്ത് ഒരു ചെറിയ നാരുണ്ടല്ലോ, അത് പൊട്ടത്തില്ല. അതിങ്ങനെ വലിച്ചു പറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു പുന്നമുണ്ടാകും. പുന്നയെ നിറച്ച് പൂക്കളുണ്ടാകും. മുല്ലപ്പൂവിൻ്റെ മണം പോലെയാണ് പുന്നപ്പൂവിൻ്റെ മണവും. അത് നമുക്ക് കയറി പറിക്കാമെന്ന് പറ്റില്ല, ഭയങ്കര ഉയരത്തിലായിരിക്കും. അപ്പോൾ താഴെ വീണ് കിടക്കും. താഴെ വീണാലും രാത്രി മഴ പെയ്താലും അത് മണ്ണടിഞ്ഞു പോയാലും അതിൻ്റെ മണം പോകത്തില്ല. അപ്പോൾ എനിക്ക് ഈ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പരിപാടി ചെയ്ത് ഈ സമയത്ത് പോയി മെയ് മാസത്തിൽ പോയി ഈ പുന്നപ്പൂവൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് തോട് അവിടെ ഒഴുകുന്നുണ്ടാകും തെളിനീരിൽ. ഞാനും പുന്നപ്പൂവെല്ലാം അവിടെ കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേലിട്ട് എന്നിട്ട് ഈ ഓലയുടെ നാരുകൊണ്ട് കോർത്ത് മാതാവിൻ്റെ എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്താണ് കോർക്കണത്. എന്നിട്ട് മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിലെ, ആ രൂപത്തിലിടും. ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, മനോഹരമായിട്ട് നോക്കി വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യണതാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും ചെയ്യും. എൻ്റെ ആ പ്രായത്തോടെ എല്ലാവരും ഇതൊക്കെ ചെയ്യണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവരെ പഠിപ്പിക്കണം നമ്മളിതൊക്കെ. കാര്യം ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ, ബന്ധം സ്നേഹിച്ച് തന്നെ നമ്മളീ ഇപ്പോൾ ചിലർ പറയും, എനിക്കെതിരെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടമൊക്കെ മാതാവിൻ്റെ രൂപത്തിനെടുത്ത് മുമ്പ് കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരുത്തനത് കണ്ടിട്ട് പറയുന്നത് വിഗ്രഹാരാധന. എന്ത് നോൺസെൻസാണെന്നറിയാമോ? അതായത് നമ്മളെ സംബന്ധിച്ചത് ഇതുപോലുള്ള തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൽ നമ്മളത് കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മാതാവിൻ്റെ സന്നിധിയായി സമർപ്പിക്കുന്നത്. അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ. പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ, അത് പല തരമാണ് ശരിക്കും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത്? അത് കർത്താവിൻ്റെ വചനവും കർത്താവിനെപ്പോലെ തന്നെ വിലയുള്ളതും ആണ്. അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോട് ചെയ്യണം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ
ഈ കുറേ നാൾ സ്നേഹപ്രവർത്തികൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിൽ എത്താൻ കഴിയും. അന്ന് അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ്. കാര്യം ഈ മദറിലൂടെയാണ് അവരെത്തുന്നത്. മദർ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചുപോയി. പിന്നീട് 9ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ വന്ന് ഇടവകപ്പള്ളി വന്നിട്ട് ദേവാലയത്തിൽ അപ്പം കാണിച്ചിരിക്കുന്ന അമ്മ, സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ദേവമാതാവിനോടെല്ലാം പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി. ഏറ്റവും എനിക്കുള്ളത് നമ്മുടെ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാൾ അമ്മയാണ്. അമ്മയായിട്ട് റിലേഷൻ സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും. അമ്മ നമ്മളെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരും. അമ്മയുടെ ജീവിത ദൗത്യം തന്നെ ഈശോൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയോട് വന്ന് അമ്മ പറയണത്, ആ കുടുംബത്തെ മൊത്തം, ആ സമൂഹത്തെ മൊത്തം, ശിഷ്യന്മാരെ മൊത്തം അമ്മ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഷീസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ്. കാര്യം അത് എല്ലാവരെയും ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാർ എടുക്കുന്നത്. ചില ആൾക്കാർ ഉടമ്പടിയുടെ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ചില ആൾക്കാർ ഉടമ്പടിയുടെ വ്യക്തിയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ് ശരിക്കും. ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് ഈ ലോകത്തെയും നിൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ ഈശോൻ്റെ അടുത്ത് ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി, ലോകത്തിന് ഈശോനെ കൈമാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ സ്തുതിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ അമ്മ വണങ്ങപ്പെടണം. അതുകൊണ്ട് ഒരു മാസം തന്നെ അമ്മയുടെ വണക്കത്തിന് വേണ്ടി മുടങ്ങാതെ പങ്കെടുത്ത് ഒത്തിരി പേരുണ്ട്, ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. വണക്കമാസം നമുക്ക് അമ്മ വഴി ഈശോയിലേക്ക് വരികയാണല്ലോ നമ്മുടെ ഉദ്ദേശം. മത്തായി 25:40 ദാനധർമ്മം വഴിയാണ് നമ്മൾ ഈശോയിലേക്ക് വരുന്ന ഒരു അടയാളമാണ്. ആ മത്തായി 25:40 വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതാണ് സംഭവം. അപ്പം ഇതാണ് ശനിയാഴ്ച ദാനധർമ്മത്തിൻ്റെ ദിവസമാണ്, മാതാവിൻ്റെ ഭക്തന്മാർക്കെല്ലാം. പക്ഷെ അതങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത്. എൻ്റെ പേര് മേരി സോണിയ. ഞാൻ ആലപ്പുഴ മംഗലം വാർഡിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ ക്രിസ്പോ റോബർട്ടിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് ജന്മന നട്ടലിന് വളവുണ്ടായിരുന്ന കുട്ടിയാണ്. ചെറുപ്പത്തിൽ കുഞ്ഞിന് അത്രയും വളവില്ലായിരുന്നു. പിന്നെ ഒരു 10 വയസ്സിന് ശേഷം കുഞ്ഞിൻ്റെ വളവ് കൂടി വന്നു. ചെറിയൊരു വളവായിരുന്നു. പിന്നെ അത് ഒരു S മോഡലായി. പിന്നെ 10 വയസ്സിന് ശേഷം അതിലും ഭയങ്കരമായിട്ട് നട്ടെല്ല് വളഞ്ഞു. അപ്പം ഞാനിങ്ങനെ മോന് ഇങ്ങനെ നട്ടെല്ലിങ്ങനെ വളവ് കൂടിക്കൂടി വരുന്നു. ഒരു 13 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വളവ് കൂടിക്കൂടി വരികയാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വിഷമിക്കുന്നു. കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷേ പല ഡോക്ടർമാരും പല അഭിപ്രായമാണ് പറയണത്. പിന്നെ ചില ഡോക്ടേഴ്സ് പറയുന്നു നട്ടെല്ല് വളവായതുകൊണ്ട് പിന്നെ അവിടെ അവന് പെടലിക്ക് ചെറിയ ചരിവ് കുഞ്ഞിലെ തൊട്ട്, അപ്പോൾ അവന് ചെറിയ ചരിവ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. പിന്നെ നട്ടെല്ലിനൊക്കെ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, തിരിയാനും ചരിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറയുന്നു പിന്നെ നിങ്ങൾ വെല്ലൂരൊക്കെ കൊണ്ടുപോകൂ, അവിടെയൊക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്കപ്പോഴും പിന്നെ അതിന് ശേഷം ഇവനൊരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പിന്നെ ഉഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ ഇവൻ്റെ കാര്യോർത്ത് ഒരുപാട് വിഷമിക്കുകയാണ്. പിന്നെ അതിന് ശേഷം 2018 ഒരു കൂട്ടർ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആന്ധ്രാപ്രദേശ് അവിടെ പല സംസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും മന്ത്രിമാർ വരെ അവിടെ ചികിത്സയ്ക്ക് വരുന്നതാണ്. ആന്ധ്രാപ്രദേശ് പുട്ടപർത്തി പിന്നെ സത്യസായി ബാബയുടെ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ നമുക്കിവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയാണ് നട്ടെല്ലിൻ്റെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ നല്ല ചികിത്സ കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ നമ്മൾ 2018 അവിടെയൊക്കെ പോയി. പക്ഷെ അവരും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവനൊരു 13 വയസ്സൊക്കെ ആയി പിന്നെ ഈ 2022. അപ്പം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ വിഷമിക്കുക.
അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറയാം, കുഞ്ഞിൻ്റെ നട്ടലിങ്ങനെ വളഞ്ഞും വരുന്നു, എന്ത് ചെയ്യും, വളവ് കൂടിയാലോ പ്രശ്നമല്ലേ, അങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിൽ തോന്നുവാണ് പിന്നെ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഫോണിലിരുന്ന് അത് സെർച്ച് ചെയ്യുക, ഉടമ്പടി എടുക്കാനാണ് ഓൺലൈൻ വഴി. പിന്നെ ഈ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഞാൻ. അതിനുശേഷം പിന്നെ അപ്പോൾ പല പ്രാവശ്യം നെറ്റിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സ്കോളിയോസിസ് എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്, നട്ടിൽ വളയുന്നത്, എസ് മോഡൽ വളയുന്നത്. അപ്പം ഇതിന് ഈ ഇടുപ്പെല്ലും മുകളിലോട്ടുള്ള ഭാഗം രണ്ട് വശത്തായിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും, വളവ് കൂടുന്തോറും വളഞ്ഞു പോകും. അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഒരു 4-ാം മാസം 2022 ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഒന്ന് ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഇവന് സ്കോളിയോസിസിൻ്റെ ഇങ്ങനെ നല്ല സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാരാരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുവാണ്. പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടറിന്, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ സ്പൈൻ സർജനാണ്. ആ ഡോക്ടർ US വർക്ക് ചെയ്ത് നല്ലൊരു ഇതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ ഫോൺ നമ്പർ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തു. ഞാൻ പിന്നെ ഡോക്ടറിൻ്റെ വാട്സപ്പിൽ ഫോൺ നമ്പറിൽ പിന്നെ ഈ കുഞ്ഞിനെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തു. ഡോക്ടർ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യത്തൊന്നുമില്ല, എങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് ഇങ്ങോട്ട് റിപ്ലൈ ചെയ്തു. ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു മോൻ്റെ കാര്യങ്ങളെല്ലാം, കുഞ്ഞിലോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മോൻ്റെ എക്സ്റേയുടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇട്ട് കൊടുത്തു. ഡേറ്റ് വന്നു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അതിനുശേഷം അപ്പം ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ 7 ലക്ഷം രൂപ മോന് ചിലവ് വരും ഈ സർജറിക്ക്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു, ഒരുപാട് വളവ് കൂടിപ്പോയില്ല എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് ആകെ കടബാധ്യതയൊക്കെ ആയിട്ട് ആകെ ഇരിക്കുമായിരുന്നു. ലോണുണ്ട്, ചിട്ടിയുണ്ട്. അങ്ങനെ നമുക്കിപ്പം എന്തെങ്കിലും വീട് സ്ഥലം വിറ്റിട്ടാണെങ്കിലും എന്ത് വിറ്റിട്ടും കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് നടത്തണം. അങ്ങനെയുള്ള ഒരു ഇതിലാണ്. പക്ഷേ നമുക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം അതിനുശേഷം ഞങ്ങളിവിടെ വന്നു, ഹസ്ബൻഡും ഞാനും കൂടി ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വിറ്റിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡോക്ടർ തന്ന ഡേറ്റിൽ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കത്തില്ല. ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക, മോനെയായിട്ട് ടൗണിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുക ഇങ്ങനെ ജോയി ആലിക്കാസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ ചികിത്സാ സഹായമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോപ്പിൻ്റെ ആ സൈഡിലൂടെ പോയപ്പോൾ ഒന്ന് ചോദിച്ച് നോക്കിയാലോ, എന്തൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നുക, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല, പിന്നെ എനിക്ക് ഉള്ളിലിങ്ങനെ തോന്നുക. ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ അവിടെ ഇരുത്തി നമ്മളോട് പിന്നെ ഒരു വെള്ള പേപ്പർ വന്നു എഴുതാൻ പറഞ്ഞു, എഴുതി അവിടെ കൊടുത്തു. പക്ഷേ വലിയ അത്ഭുതമാണ്. അവർ നമ്മളിങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തു. നമുക്ക് 70,000 രൂപയാണ് കുഞ്ഞിൻ്റെ സർജറിയുടെ കാര്യം. ഫസ്റ്റ് ടൈം അതാണ് നമുക്ക് ചെക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പം പിന്നെ അതിനുശേഷം ഇങ്ങനെ ഇതേപോലെ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇങ്ങനെ സംസാരിച്ച് അവിടുത്തെ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അത് പറഞ്ഞു, ചേച്ചി നമുക്ക് ചിറ്റിലപ്പള്ളി അപേക്ഷ വെച്ചാലോ, അവിടെ നിന്ന് ഇങ്ങനെ സഹായം ഉണ്ടെന്നൊക്കെ പറയുന്നല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത സമയം പെട്ടെന്ന് ഇങ്ങനെ ഒരു സർജറി 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അപേക്ഷ അവിടെ വെച്ചു. അതും നമുക്കൊരു 40,000 ചെക്ക് നമുക്ക് വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനോട് ചെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറിനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ 40,000 70,000 2 ചെക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ വല്ലതും ഒന്ന് ഞങ്ങൾ അവരായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിച്ചതിൽ അങ്ങനെ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിലുണ്ട്. ഞാനത് ഇവിടെ വന്ന് ഇങ്ങനെ ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ കുഞ്ഞിൻ്റെ സർജറിയാണ്, ഇനി വളവ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും കുഞ്ഞിന്. അതുപോലെ തന്നെയല്ല, സ്കോളിയോസിസിൻ്റെ സർജറി ചെയ്തില്ലെങ്കിൽ ശ്വാസകോശപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവന് നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ അതും ആപത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ
അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഞാൻ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്തു, ഇവർ എനിക്ക് കിട്ടി, കോണ്ടാക്റ്റിംഗ് നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു, ഒരു ലേഡിയാണ് ഫോൺ എടുത്തത്. ഞാൻ എൻ്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ ഒരാൾ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ച് അന്ന് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരാൾ വീട്ടിൽ വന്നു. പിന്നെ അമ്മോൻ്റെ കാര്യങ്ങൾ എല്ലാം ഓക്കെ, പേപ്പേഴ്സിലെല്ലാം ഇത് എടുത്തുകൊണ്ട് പോയി. അപ്പം അവരിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയുള്ള ചാരിറ്റി പ്രവർത്തനമാണ്, അവർ പലരും സഹായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അവർ ഒരു 4.5 ലക്ഷം രൂപ സഹായിക്കാം എന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും രൂപയൊക്കെ നമുക്കൊരാൾ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ അതുമൊക്കെ ഓക്കെ ആയി. പിന്നെ പലയിടത്തു നിന്നായിട്ട് നമുക്ക് പലവിധ ചെറിയ ചെറിയ സഹായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ അവിടെ സോഷ്യൽ മീഡിയ വഴി ആയതുകൊണ്ട് നമ്മുടെ വാർഡിലുള്ളവർ തന്നെ അവർക്കത് കൊടുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല ഇതുണ്ടായി. അവർ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതൊക്കെയാണ് സത്യാവസ്ഥ. അങ്ങനെ നമുക്ക് പലരും തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും നമുക്ക് ആ പൈസ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിൻ്റെ സർജറിക്ക് നമുക്ക് 1 രൂപ പോലും കയ്യിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ആ വിധത്തിൽ കാര്യങ്ങൾ നടന്നു. അവസാന സമയം വരെ നമ്മൾ ഒരുപാട് വിഷമിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിന് നട്ടെല്ലിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാലിലോട്ടുള്ള രക്തോട്ടവും മറ്റുമൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് സർജറി വിജയകരമായിട്ട് പൂർത്തിയായി. ഇനി ഇത് വളയില്ല എന്നാണ് പറയുന്നത്. അപ്പം മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല എനിക്ക് നടത്തിയെടുക്കാൻ സാധിച്ചത്. അത് മാതാവിൻ്റെ ആ ഒരു ശക്തിയാണ് എന്നിലൂടെ പ്രവർത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന. അല്ലെങ്കിൽ ഇത്രയും രൂപയും എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യവും ഒക്കെ ഇങ്ങനെ നടന്ന് ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് നടന്നു കിട്ടിയല്ലോ. മോന് സെപ്റ്റംബറിൽ 14 വയസ്സായി. അപ്പം നമ്മൾ ഇത്രയും വർഷത്തോളം ഈ കുഞ്ഞിനായിട്ട് ഈ സർജറിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ വിഷമിച്ചു. എന്തായാലും ഈ സമയത്ത് നമുക്ക് അത് സാധിച്ചു കിട്ടി. അതിന് മാതാവിന് 1000 നന്ദിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന പൈസ നമുക്ക് കുറച്ച് ഇതിന് ശേഷം നമുക്ക് കുഞ്ഞിൻ്റെ സർജറിക്ക് ശേഷം കുറച്ച് പൈസ നമുക്ക് കിട്ടി. അതൊക്കെ തന്നെ നമുക്കൊരു മനസ്സമാധാനമൊക്കെ. ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നത്. മാതാവിന് 1000 നന്ദിയുണ്ട്. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനം. മേരി സോണിയ തൻ്റെ കുഞ്ഞിൻ്റെ സ്കോളോയിസസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നട്ടെല്ല് എസ് രൂപത്തിൽ വളഞ്ഞു. ആ കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. അപ്പോഴതിന് ഒരു മേജർ സർജറിയാണ് ആവശ്യം. എന്നാൽ ആ സർജറി ചെയ്യുവാൻ ആരും തന്നെ പല ഹോസ്പിറ്റലുകളിൽ പോയി ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശിൽ പുട്ടപർത്തി സത്യസായി ബാബയുടെ ഹോസ്പിറ്റൽ വരെ പോകുന്നു. ആരും തന്നെ തയ്യാറാകുന്നില്ല അങ്ങനെ ഒരു റിസ്കി ഓപ്പറേഷൻ ചെയ്യുവാൻ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ ഈ മകളുടെ മനസ്സിലേക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, നീ അങ്ങനെ ചെയ്യ്, ആ വഴിക്ക് നീ പോവുക. അപ്പോഴിങ്ങനെ മോശയുടെ മുഖത്ത് നോക്കി മോശയോട് വഴി പറഞ്ഞു കൊടുത്ത ഒരു ദൈവമാണ് ഇവിടെ ഉടമ്പടി എടുത്ത ഈ മകളോടൊപ്പം കൂട്ടിനായിട്ട് ഇറങ്ങി വരിക. അങ്ങനെ ദൈവം പറഞ്ഞു കൊടുത്ത വഴിയെ പിന്നെ ഈ മകൾ പോവുകയാണ്. ആ മനസ്സിൽ തോന്നിയ ഓരോരോ കാര്യങ്ങൾ അത് ഈ മകൾ ചെയ്യുകയാണ്. പല പ്രാവശ്യം സോണിയ ഇവിടെ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ തോന്നിയത് എന്ന്. അങ്ങനെ പല വഴികളാണ് ഇവർക്ക് വേണ്ടി ദൈവം തുറക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇവർക്ക് തുറന്നു കിട്ടുക. അങ്ങനെ ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന
പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം, അമ്മയുടെ സാന്നിധ്യം, അതൊക്കെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. പൈസയ്ക്ക് വേണ്ടി ഇവർ ഓരോരോ വാതിൽ മുട്ടിയത്, ഇവരുടെ മുമ്പിൽ വഴി തുറന്നത്, ഇതെല്ലാം നാം കേട്ട് കഴിഞ്ഞു. അങ്ങനെ ഇന്നിപ്പോൾ ഈ മകൻ്റെ ഓപ്പറേഷൻ അതെല്ലാം വളരെ വിജയകരമായിട്ട് നടന്ന് ഇനി നട്ടെല്ല് വളയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുക. അതിൻ്റെ സൈഡ് ഇഫക്ട്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഓപ്പറേഷന് ശേഷവും ഓപ്പറേഷന് മുൻപും. എന്നാൽ അവിടെയൊക്കെ ശക്തമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ മധ്യസ്ഥം, അതാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഇന്ന് ഈ കുടുംബത്തെ, അതായത് 14 വർഷത്തോളം ഇവർ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ആ 14 വർഷം വളരെ ചുരുങ്ങിയ ദിവസങ്ങളാക്കി ഇവരുടെ മുൻപിൽ മാറ്റി ഇവർക്ക് എത്രയും നല്ല രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് വഴികൾ തുറന്നു, ഡോക്ടേഴ്സിനെ ഒരുക്കി. അങ്ങനെ ആ ഓപ്പറേഷൻ സക്സസ് ആയി തീരുകയാണ്. നമുക്ക് ഈ കുടുംബത്തെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയ ഈ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.